കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇന്ന് സാമ്പത്തിക തകർച്ചയുടെ വക്കില, കുടുംബജീവിതത്തിൽ സമാധാനമില്ല, മുന്നോട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു, ഇനി ഒരു ജീവിതത്തിലൊരു പ്രത്യാശയില്ല, രോഗം, ഡോക്ടർ പറഞ്ഞു ഇനി ഒരു രക്ഷയുമില്ല, ഇനി ഞാൻ മരണം കാത്തിരിക്കുക മാത്രമേ ഉള്ളൂ. പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ കൊണ്ടുവന്നാൽ, you bring him in the center of your life, നിങ്ങളുടെ ജീവിതത്തിന്റെ മേലെ സ്വർഗം തുറക്കപ്പെടും. യേശു എവിടെയാണോ അവിടെയാ സ്വർഗം തുറന്നിരിക്കുന്നത്. ഹല്ലേലൂയ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അനുഭവിക്കണമെങ്കിൽ അത് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ അത് യേശുവിനകത്താ ഉള്ളത്. ഹല്ലേലൂയ. നിങ്ങളുടെ സകല ആവശ്യങ്ങളും ഇന്ന് യേശുവിൽ കൂടെ, യേശുവിൽ സകലതും ദൈവം പരിപൂർണമായി നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ചിന്തയ്ക്കൊപ്പമോ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസയുടെ വലിപ്പത്തിലോ ഒന്നുമല്ല. ഇന്ന് കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പരിപൂർണമായി ഇന്ന് യേശുവിലാ തീർത്തത് എന്നത്. ഹല്ലേലൂയ. ഞാൻ പറയാം, യേശുവിനാൽ അസാധ്യമായത് ഒന്നും തന്നെയില്ല. യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഇന്ന് നിങ്ങളുടെ ഏത് സാഹചര്യമായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധുക്കൾ, നാട്ടുകാർ, ലോകം മുഴുവൻ പറഞ്ഞു ഇത് ഇനി നടക്കത്തില്ല, ഇത് അസാധ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഉറപ്പിച്ച് നിങ്ങളോട് പറയാം, നിങ്ങളിപ്പോൾ യേശുവിന്റെ നാമം വിളിക്കുമ്പോൾ, നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിങ്ങൾ യേശുവിനെ ഇൻവോൾവ് ആക്കുന്ന നിമിഷം നിങ്ങളുടെ സാഹചര്യങ്ങൾ മുഴുവൻ മാറുവാൻ തുടങ്ങും. എത്ര കൊടുങ്കാറ്റാണ് അടിക്കുന്നതെങ്കിലും ഞാൻ പറയാം, യേശു നിങ്ങളുടെ പടകിൽ ഉണ്ട്, യേശു നിങ്ങളുടെ അടുത്താണ് നിൽക്കുന്നത്. ഈ നിമിഷം യേശുവേ എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അനുകൂലമാകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. പുതു വഴികൾ നിങ്ങൾക്ക് തുറക്കപ്പെടുവാൻ പോകുക. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, യേശുവിന്റെ നാമത്തിൽ അസാധ്യമായതൊന്നുമില്ല. ഇപ്പോൾ തന്നെ കർത്താവേ, ഈ ദമ്പതികളുടെ മേൽ അങ്ങയുടെ കരം വെച്ച് ഇപ്പോൾ തന്നെ അവർക്ക് ഫ്രൂട്ട്ഫുൾ ആയി തീരട്ടെ. ഇപ്പോൾ തന്നെ in Jesus mighty name. ഇന്ന് പുതിയ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആക്ച്വലി അതിന് പല തടസ്സങ്ങളാണ്. ചില വ്യക്തികളെ കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു, ആധാരമെഴുത്തിന്റെ കാര്യത്തിൽ പല തടസ്സങ്ങൾ പല നാളുകളായി സംഭവിക്കുന്നു. ഇപ്പോൾ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഈ നിമിഷം നിങ്ങൾ വിശ്വസിച്ചാട്ടെ, നിങ്ങളുടെ ആ സകല ആവശ്യത്തിന്റെ മേലെ യേശുവിന്റെ നാമം ഉപയോഗിച്ചാട്ടെ, യേശുവിന്റെ നാമം ഇവിടെ പറഞ്ഞാട്ടെ. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. അവരുടെ ജീവിതം പൂർണ്ണമായി മാറപ്പെടട്ടെ. മദ്യപാനത്തിൽ നിന്നും ഇപ്പോൾ തന്നെ വിടുതൽ സംഭവിക്കട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങൾ ഇപ്പോൾ തന്നെ കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ വിളിച്ചു വരുത്തുന്നു. രാജ്യങ്ങളുടെ സമ്പത്ത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. കർത്താവ് അങ്ങ് സ്വർഗം തുറന്ന്, കർത്താവ് ഇന്നുവരെ ഇവർ അനുഭവിക്കാത്ത രീതിയിൽ, അസാധാരണമായ രീതിയിൽ ഇവരുടെ ജീവിതത്തിൽ പല വാതിലുകൾ, വഴികൾ തുറക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്ത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇനി എങ്ങനെ നടത്തും, ഇനി അതിന് വളരെയധികം പണം ആവശ്യമാണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ചില വ്യക്തികളെ കർത്താവ് കാണിച്ചു തരുന്നു. ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിന്റെ കുഞ്ഞുങ്ങളാണെന്ന് മറന്നു പോകരുത്. യേശു നിങ്ങളെ ഏറ്റവും കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്തയും ഈ നിമിഷം തന്നെ അവന്റെ മേലയിട്ടെ. സകല ആവശ്യങ്ങളും ഇപ്പോൾ തന്നെ നിറവേറപ്പെടട്ടെ. In Jesus' name.